ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് 30 ശനിയാഴ്ച അവസാനിക്കേണ്ടതായിരുന്നുവെങ്കിലും വളരെയധികം പേർക്ക് റേഷൻ വിതരണം ലഭിക്കാത്ത സാഹചര്യത്തിൽ 6 ദിവസം കൂടി ദീർഘിപ്പിച്ചിരിക്കുകയാണ്. റേഷൻ കടകളിലേക്ക് അരിയും മറ്റും എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാരുടെ സമരത്തെ തുടർന്ന് മാർച്ച് 18 മുതലാണ് റേഷൻ കടകളിലേക്ക് മാർച്ച് മാസ അരി എത്തിത്തുടങ്ങിയത്. മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് റേഷൻ സെർവർ തുടർച്ചയായി തകരാർ ആയത് പല ദിവസവും റേഷൻ വിതരണം മുടക്കിയിരുന്നു. പെസഹ വ്യാഴം ദുഃഖവെള്ളി അവധികൾ കഴിഞ്ഞ് ശനിയാഴ്ച റേഷൻ വാങ്ങുവാൻ കാർഡുടമകൾ കൂട്ടത്തോടെ എത്തിയപ്പോഴാണ് വീണ്ടും സെർവർ തകരാറിലായത്. മാർച്ച് മാസ റേഷൻ വിതരണം അവസാനിക്കുന്ന ഇന്ന് രാവിലെ 10 മണിയോടെ തന്നെ സെർവർ തകരാറിലായി റേഷൻ വിതരണം നിലച്ചിരുന്നു. ഇതോടെയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 അടുത്ത ശനിയാഴ്ച വരെ നീട്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിപ്പ് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ മാർച്ച് 31 അവസാനിക്കാനിരുന്ന മഞ്ഞ പിങ്ക് മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ KYC അപ്ഡേഷൻ മസ്റ്ററിങ്ങും സെർവർ തകരാർ മൂലം സംസ്ഥാനത്ത് നേരത്തെ തന്നെ നിർത്തിവച്ചിരുന്നു. പുതിയ പ്രവർത്തനശേഷി കൂടിയ സെർവർ സ്ഥാപിക്കുന്നതിനായി 3.5 ലക്ഷം രൂപയും സർക്കാർ നൽകിയിട്ടുണ്ട്. പുതിയ സെർവർ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തി റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരുമിച്ച് നടത്തിയാൽ തകരാറുണ്ടായി റേഷൻ വിതരണം മുടങ്ങില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമായിരിക്കും സംസ്ഥാനത്ത് ഇനി മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് പുനരാരംഭിക്കുക എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇത് ആരംഭിക്കും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത് മാസങ്ങൾക്ക് മുമ്പേ പൂർത്തിയാക്കിയിരുന്നു. കേരളം മാത്രമാണ് വൈകി ഫെബ്രുവരി 20 മുതലാണ് മസ്റ്ററിംഗ് നടപടികൾക്ക് തുടക്കമിട്ടത്. 1,54,00,000 മുൻഗണനാ കാർഡുകളിലെ അംഗങ്ങളാണ് KYC അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇതിൽ റേഷൻ കടകളിലെത്തി ഇ-പോസ് മെഷീനിൽ കൈവിരലമർത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ചത് 20 ലക്ഷത്തിൽ പരം പേർ മാത്രമാണ്. റേഷൻ മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുന്ന തീയതി ഭക്ഷ്യവകുപ്പ് അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മൂന്നാമത്തെ അറിയിപ്പ്, എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന അരി ഉൾപ്പെടെയുള്ള 13 സബ്സിഡി ഇനങ്ങളും മറ്റ് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്ന വിഷുചന്തകൾ സപ്ലൈകോ ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 13 വരെയാണ് സപ്ലൈകോ വിഷുചന്തകൾ പ്രവർത്തിക്കുക. ഏപ്രിൽ 1, 2 തീയതിയും ഏപ്രിൽ 10 വിഷുചന്തകൾക്ക് അവധിയാണ്. 5 കിലോ റൈസ് ഉൾപ്പെടെയുള്ളവ കാർഡുടമകൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.